ഈ തിരക്ക് മാറിയിട്ട് കേറാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. അല്ല കൊല്ലം വെളിയങ്കോട് മുഹമ്മദ് സാലിഹുൽ മൗലയുടെ ആണ്ട് നേർച്ചക്ക് ഞങ്ങൾ പോകാറുണ്ട്. അതിപ്പോ എത്ര ദൂരായാലും ഉണ്ടല്ല, പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരും. വന്നുകൊണ്ടിരിക്കണ എല്ലാവർക്കും ഈന്തപ്പഴം പിന്നെ ഇവിടെ ചായ അല്ലാണ്ട് ഓടിച്ചാടി നടക്കണ ആളാണ്. ഇപ്പൊ വിശന്നിട്ട് തളർന്നു പോയി. ചായ കുടിക്കാൻ വേണ്ടി കുറച്ചേരായി കാത്തുക്കണം. ഞാൻ കാലത്തിന്റെ പാൽ ചായ കുടിക്കാറില്ല. പിന്നെ എവിടെയെങ്കിലും പോയാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് കുടിച്ചു. ഇതിനുള്ളിൽ തന്നെ ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കണത്. ഇവരെ നമുക്ക് ചോറും ഇറച്ചിക്കറിയും ഒക്കെ തരും. കാലത്ത് തന്നെ വരുന്നവർക്കുള്ള ഫുഡ്, ഉച്ചക്ക് രാത്രി ഫുഡൊക്കെ ഇവര് നമുക്ക് തരും. പൊറോട്ട ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാകുമ്പോ വയറ്റിൽ കുറച്ച് ബലത്തിന് കിടന്നു. മീന്റെ ഷേപ്പുള്ള സോപ്പ് കൈ കഴുകണം നിർത്തണില്ല. ഇനിയാണ് കൊടിയേറ്റം കാണാൻ വേണ്ടി എല്ലാവരും വന്ന് ഇവിടെ നിൽക്കാം. ഇവിടത്തെ ആൾക്കാർ തന്നെ കാണുമ്പോൾ നിനക്ക് മനസ്സിലാവണില്ലേ എന്തോരം പേരാണ് ആണ്ട് നേർച്ചക്ക് വരുന്നതെന്ന്. ഈ തിരക്ക് വേറെ ഒന്നല്ല, അവിടെ വെയിലത്ത് എന്റെ ക്ഷീണം മാറാൻ വേണ്ടി വെള്ളം കളിക്കിട്ടുണ്ട്. അത് കുടിക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഷെയ്ഖ് മുഹമ്മദ് സാലിഹുൽ മൗല മറവ് ചെയ്തിട്ടുള്ള മക്കാം. ലഡു കിട്ടിയപ്പോ സന്തോഷമായി. കൊടിയേറ്റം കഴിഞ്ഞ നേരെ പള്ളിയിൽ ദിക്ർ മൗലൂദ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. പള്ളിയുടെ ഉള്ളിലിരുന്നാലും പിന്നെ മീന്തപ്പഴം. ഇതിന്റെ അകത്ത് തന്നെ ആൾക്കാർ തിങ്ങി നിറഞ്ഞു. പള്ളി നിറഞ്ഞിട്ടാണ് പായസം, പിന്നെ പഴം, ജിലേബി, അലുവ എന്തൊക്കെയാണ്. ചോറിനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. ഈ തിരക്ക് കാണുമ്പോ പായസവും പഴം തിന്നിരിക്കണം നല്ലത്. അപ്പോഴത്തേനും തിന്നതൊക്കെ ദഹിച്ചു നോക്കൂ. നമുക്ക് ധൃതി ഒന്നുമില്ല. പയ്യെ തിരക്കൊക്കെ മാറിയിട്ടാണ് ഞങ്ങൾ കയറി. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ഇറച്ചിക്കറിയും ചോറും. നേരത്തെ സമയത്ത് എന്ത് തിരക്കാർന്ന്, ഇപ്പോഴാണ് പിന്നെങ്കിലും കുറഞ്ഞത്. ഇതൊക്കെയാണ് ഈ മക്കാമിന്റെ ഉൾവശം. ഞങ്ങളെല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി. നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറ. ചെറിയ പിള്ളേരാണ് സ്റ്റാളൊക്കെ ഇട്ട് കട നടത്താം. പള്ളിയുടെ പുറത്തന്നെ കുറെ സാധനങ്ങളുണ്ട്. മോതിരം, പെർഫ്യൂം, അങ്ങനെ കുറെ സാധനങ്ങൾ. ഇവിടെ നമ്മ പോവണം. ഇങ്ങോട്ടേക്ക് വരുന്ന വഴി കണ്ടുവച്ച കടയാണ് ഇത്. ബബിൾസ് നാരങ്ങ വാങ്ങാൻ വേണ്ടി വാപ്പിച്ച് അത് കിട്ടിയില്ല, അത് വാങ്ങി. പോണ വഴിക്കും അവിടെ വീട് മിസ്സാക്കില്ല. ഇവിടെ കയറി. അപ്പൊ എന്തായാലും അടുത്ത വീട്ടിൽ കാണാം. ബൈ. ഫോളോ ചെയ്യാൻ മറക്കല്ലേട്ടാ.